ഞാൻ ബ്രദർ അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും കുറിച്ചുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ, ആക്ച്വലി എനിക്കൊരു സംശയം, ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ധ്യാന സെൻറ്ററിലാണോ ഞാൻ ഇരിക്കുന്നത്, അതോ ഏതെങ്കിലും യുവജനോത്സവത്തിലെ മോണാക്ട് മത്സരത്തിന് മുന്നിലാണോ എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു. കാരണം അത്രയ്ക്കും ഭയങ്കരമായ ഇതായിരുന്നു, അഭിനയമായിരുന്നു. കാരണം പെട്ടെന്ന് വളരെ വളരെ മനോഹരമായ രീതി നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അബ്രഹാമായിട്ടും ഇസഹാക്കുമായിട്ടും ഇത് പോകുന്ന രീതി ആ ഒരു ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ധ്യാനത്തിന് ഫസ്റ്റ് ഡേയിൽ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്, ആൻറ്റിയുണ്ട്, പിന്നെ ഈ ബ്രദേഴ്സുണ്ട്, അവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ തോമസ് ബ്രദറിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഫോട്ടോയിലും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഗൾഫിലായിരുന്നു. തോമസ് ബ്രദർ യൂറോപ്പിൽ അവിടെ ഇവിടെയെങ്കിൽ ചിലപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഗൾഫിലായിരിക്കും, അതുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും തോമസ് ബ്രദർ. അപ്പോൾ നമുക്കറിയാം VIPs ഒക്കെ വരുന്നത് ഏറ്റവും ബാക്കിലായിരിക്കും. ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രി വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ആകാംക്ഷരായിട്ട് കാത്തിരുന്നിട്ട് അവസാനമായിരിക്കും വരും. എല്ലാവരുടെ ആകാംക്ഷയൊക്കെ നശിച്ചതിന് ശേഷം ഇങ്ങനെ VIPs ഇങ്ങനെ കയറി വരും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, ഈ ബ്രദർ ഇവിടെ ഇരിക്കുകയാണ്. നേരത്തെ ഒരു സൗകര്യം പറഞ്ഞ കണക്ക് മുട്ടത്തലയൊക്കെ മച്ചി. അപ്പം നമുക്ക് ഞാൻ കണ്ടിട്ട് ഞാൻ ഈ ഇതല്ല ബ്രദർ എന്ന്, കാരണം ഇവിടെ അത് നോക്കുന്നു, ഇത് നോക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ ഇതല്ല ഒരു VIP വരാനുള്ളവൻ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ ബ്രദർ ഇവിടെ നേരത്തെ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ബോധ്യമില്ല, ഇതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇരിക്കുന്നത്. അവസാനം ബ്രദർ വന്നു, അച്ഛൻ വന്ന് ഇങ്ങനെ പരിചയപ്പെടുക വന്നു, തോമസ് ബ്രദർ എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഈ ബ്രദറാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതെല്ലാ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. അപ്പോൾ ആ ഒരു പ്രവൃത്തിയിലൂടെ എന്നിലേക്ക് വന്ന് എൻ്റെ കുടുംബത്തിലുള്ള ഒരു ചെറിയ സംഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. കാരണം ഞാൻ ഗൾഫിലായിരുന്നു, 6 മാസത്തിലൊരിക്കൽ ഞാൻ വന്നു പോകുമായിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കെയറിങ് ആണ്, എടുത്തുകൊണ്ട് വരും, നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, മൂത്ത മോനും മോളും കുഴപ്പമില്ല, ഇപ്പോഴും ഞാൻ പറയുമ്പോഴും ഓക്കെ എന്ന് പറയും. പക്ഷേ മോള് +1 പഠിക്കുന്നു. മോളിനോട് ഞാൻ പറയുമ്പോഴും മോളെ ഇത്തിരി വെള്ളം എടുത്തിട്ട് അച്ഛൻ ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അച്ഛനത് എടുത്തൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മോളെ ആ പാത്രം എടുത്തു വന്നു അങ്ങോട്ട്, അച്ഛൻ അവിടെ ഇരുന്നല്ല, അച്ഛൻ ഇത്തിരി അങ്ങോട്ട് വെക്കുമെന്ന്. അപ്പോൾ ആ പെട്ടെന്ന് എൻ്റെ ഒരു ചിന്ത, അപ്പോൾ ഇത്രയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ഇത്രയും 25 വർഷം കൊണ്ട് ശുശ്രൂഷ വേലയിലേക്കുന്ന ഈ ബ്രദർ ഇങ്ങനെ നിന്ന് ഓടിക്കളിച്ചപ്പോൾ എൻ്റെ ചിന്ത പെട്ടെന്ന് വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ അതായത് എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം, കാരണം മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ബോധ്യം ഈ പ്രവൃത്തിയിലൂടെ എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർഗത്തിലേക്ക് ഞാൻ അമേരിക്കയിൽ നിന്ന്, എനിക്ക് സഹോദരൻ്റെ പേരറിയത്തില്ല, അമേരിക്കയിൽ നിന്ന് 40 ദിവസത്തെ ലീവിന് വന്നതാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഇവിടെ അനീഷ്, അപ്പോൾ യൂട്യൂബിലൂടെ കണ്ട് ബ്രദർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ലീവൊക്കെ എല്ലാം ഷോർട്ടാക്കിക്കൊണ്ട് ഇവിടെ ലീവിനിടയ്ക്കും ഇവിടെ സമയം കണ്ടെത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, പൗലോസ് ലീഗ പറയുകയാണ്, ഇങ്ങനെ വിശ്വാസം കാത്തു, ഞാൻ നന്നായിട്ട് ഓടി, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൗലോസ് ലീഗ വേറൊരു സ്ഥലത്ത് പറയുന്നത്, പിന്നെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അപ്പോൾ അതുപോലെ തോമസ് ബ്രദർ പറഞ്ഞത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അധികം മരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അപ്പം അനീഷ് ബ്രദറും പറഞ്ഞത് അതാണ്, ഞാനിങ്ങനെ ബ്രദറും പറഞ്ഞത് അതാണ്. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച്, എൻ്റെ ഒരു ചിന്ത, മരിച്ചു കഴിഞ്ഞാൽ അടക്കപ്പെട്ടി, പിന്നെ നമ്മൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വർഗത്ത്, അല്ലെങ്കിൽ നരകത്ത്. അപ്പം ബ്രദറിൻ്റെ പിന്നെയുള്ള ക്ലാസ്സുകളിലൂടെ ഞാനും സ്വർഗത്തെത്തുമെന്നുള്ള ഒരു വലിയൊരു ബോധ്യം എനിക്ക് കിട്ടി. പിന്നെ കാരണം ഒരുപാട് പേര് വരാൻ വേണം, സംസാരിക്കാനുണ്ട്. കാരണം പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ ഒരുപാട്, കാരണം ഈ ധ്യാനം കൂടിയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിട്ട് ഞാൻ കരുതുമായിരുന്നു, വളരെ നഷ്ടമായിട്ട് കരുതുന്നു. കാരണം ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമ്മുടെ ഈ ന്യായവിധിയെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും കരുണയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും. നേരത്തെ ഈ സഹോദരി പറഞ്ഞു, ഞാൻ ലാറ്റിനാണ്. ഈ മലങ്കര കുർബാന കേട്ടുമ്പോൾ ഞാൻ ഫസ്റ്റിൽ ഈ 3 ദിവസവും ഞാനിങ്ങനെ ഒരുമാതിരിയൊക്കെ അലക്ഷ്യമായിട്ട് കൈകൂപ്പിയൊക്കെ ഇരിക്കും, അലക്ഷ്യമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതെല്ലാം ഭയങ്കരമായിട്ട് കരുണയെക്കുറിച്ചും ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഭയങ്കരമായി. ഞാൻ ഇന്ന് അച്ഛൻ കുർബാന എടുക്കുമ്പോൾ അച്ഛനല്ല, യഥാർത്ഥത്തിൽ ദൈവമാണ്. അതൊന്ന് അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ വാക്കുകളും അച്ഛൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കുന്ന രീതിയിൽ അത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അതിൽ ശരിക്ക് ആ ദിവ്യബലിയോട് ഇഴകാനും, ഞാൻ ആറ്റിനല്ല, ഒരു സീറോ മലങ്കരയിലെ ഒരാളെപ്പോലെ എനിക്ക് അത് കൂടാനും അത് ഉൾക്കൊള്ളാനും സാധിച്ചു. പ്രൈസ് ദി ലോർഡ്.